ഇന്ന് മുംബൈയിൽ നടന്ന ഇന്ത്യ വേഴ്സസ് USA മത്സരത്തിൽ ഇന്ത്യൻ ആരാധകർ അത്ര ഹാപ്പിയല്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് മുംബൈയിൽ എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇന്ത്യയുടെ 4 ബാറ്റ്സ്മാൻമാർ പവർ പ്ലേക്കുള്ളിൽ കൂടാരം കയറി. സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗാണ് ഇന്ത്യ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ കുറച്ച് വിശദമായിട്ട് പരിശോധിക്കാം. 2020 ലോകകപ്പ് 2026 അമേരിക്കയെ 29 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റിന് 161 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ അമേരിക്കയെ 8 വിക്കറ്റിന് 132 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ബാറ്റിങ്ങിലെ പാളിച്ച ബോളിംഗിൽ തീർക്കാൻ ഇന്ത്യക്കായി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ 84 നോട്ട് ഔട്ട് തകർപ്പൻ 50യാണ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത്. രണ്ടാം ഓവറിലെ രണ്ടാം പന്തിൽ ഇന്ത്യക്ക് ആദ്യ പ്രഹരമേറ്റു. വെടിക്കെട്ട് ബാറ്റ്സ്മാനും നിലവിലെ ഒന്നാം T20 ബാറ്റ്സ്മാനുമായ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി മടങ്ങി. പിന്നാലെ ഇന്ത്യയുടെ കൂട്ടത്തകർച്ചയാണ് വാങ്കഡയിൽ കണ്ടത്. ഇഷാൻ കിഷൻ 16 പന്തിൽ 20 റൺസ് എടുത്ത് പുറത്തായി. 1 4 2 സിക്സറുമാണ് താരം നേടിയത്. ഇതേ ഓവറിൽ തിലക് വർമ്മയും മടങ്ങി. 16 പന്ത് നേരിട്ട് 3 4ഉം 1 സിക്സറും ഉൾപ്പെടെ 25 റൺസാണ് തിലകിൻ്റെ സമ്പാദ്യം. വലം കയ്യനായ സൂര്യകുമാർ ക്രീസിൽ നിൽക്കുന്നതിനാൽ ഇന്ത്യ ശിവം ദുബെയെ 5-ാം നമ്പറിൽ അറിയിച്ചു. എന്നാൽ ആദ്യ പന്തിൽ തന്നെ താരം പുറത്തായി. 6-ാം ഓവറിൽ ഷാഡ്ലി വാൻസ്കലിൻ്റെ വൈക്ക് 3 വിക്കറ്റുകൾ വീഴ്ത്തിയതോടുകൂടി ഇന്ത്യ പവർ പ്ലേയിൽ 4 വിക്കറ്റിന് 46 എന്ന നിലയിലേക്ക് തകർന്നു. പിന്നീട് ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച തുടർന്നു. റിങ്കു സിംഗ് 14 പന്തിൽ 6 റൺസ് എടുത്താണ് മടങ്ങിയത്. മികവ് കാട്ടില്ലെന്ന് മാത്രമല്ല, പന്തുകൾ പാഴാക്കി ടീമിനെ സമ്മർദ്ദത്തിലുമാക്കി. ഹർദിക് പാണ്ഡ്യയിൽ ടീം വലിയ പ്രതീക്ഷ വെച്ചു. എന്നാൽ 6 പന്തിൽ 5 റൺസാണ് ഹർദിക്കിന് നേടാനായത്. അക്ഷർ പട്ടേലിനും കാര്യമായ രക്ഷപ്പെടുത്താൻ നടത്താൻ കഴിഞ്ഞില്ല. 11 പന്ത് നേരിട്ട് 2 4 അടക്കം 14 റൺസാണ് അക്ഷർ നേടിയത്. ഇന്ത്യ ഒരു വശത്ത് തകരുമ്പോൾ മറുവശത്ത് സൂര്യകുമാർ യാദവ് ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തുകയായിരുന്നു. 49 പന്തിൽ 10 4ഉം 4 സിക്സറും ഉൾപ്പെടെ 84 റൺസോടുകൂടി സൂര്യ പുറത്താവുന്നത്. 171.42 പ്രശേഷിയിലായിരുന്നു സൂര്യയുടെ ബാറ്റിംഗ് വരുന്നത്. അർഷദീപ് 6 പന്തിൽ 4 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ വരുൺ ചക്രവർത്തി 1 പന്ത് പോലും നേരിടാതെ റണ്ണൌട്ടായി. ഇതോടുകൂടി 20 ഓവറിൽ 9 വിക്കറ്റിന് 161 ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ എത്തി. അമേരിക്കയ്ക്കായി ഷാഡ്ലി വാൻ സ്കാൾക്ക് വൈക്ക് 4 വിക്കറ്റുകൾ വീഴ്ത്തി. അലി ഖാൻ, മുഹമ്മദ് മൊഹസിൻ എന്നിവർ ഓരോ വിക്കറ്റും, ഹർമീത് സിംഗ് 1 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി നൽകി. രണ്ടാം ഓവറിലെ 4-ാം പന്തിൽ ആൻഡ്രിയാസ് ഗൗസിനെ 6 റൺസിന് മുഹമ്മദ് സിറാജ് പുറത്താക്കി. ക്യാപ്റ്റൻ മൊനാങ്കി പട്ടേലിനെ അക്കൗണ്ട് തുറക്കും മുമ്പ് അർഷദീപ് സിംഗും പുറത്താക്കി. സായി തേജ 2 റൺസിന് മുഹമ്മദ് സിറാജ് മടക്കിയതോടുകൂടി 13-3 എന്ന നിലയിലേക്ക് അമേരിക്ക തകർന്നു. 4-ാം വിക്കറ്റിൽ മിലിന്ദ് കുമാറും സഞ്ജയ് കൃഷ്ണമൂർത്തിയും ചേർന്ന് റൺസ് ഉയർത്തി. 34 പന്തിൽ 3 4ഉം 1 സിക്സറും ഉൾപ്പെടെ 34 റൺസ് എടുത്ത മിലിന്ദ് കുമാറിനെ വരുൺ ചക്രവർത്തിയാണ് പുറത്താക്കിയത്. ഇഷാൻ കിഷൻ്റെ സ്റ്റംപിങ്ങിലൂടെ മിലിന്ദ് പുറത്തായത്. ഒരു വശത്ത് സഞ്ജയ് അടി തുടരുകയായിരുന്നു. 31 പന്തിൽ 1 4ഉം 2 സിക്സറും ഉൾപ്പെടെ 37 റൺസ് എടുത്ത സഞ്ജയ് അക്ഷർ പട്ടേൽ പുറത്താക്കി. തൊട്ടടുത്ത പന്തിൽ ഹർമീത് സിംഗിനെയും അക്ഷർ പട്ടേൽ മടക്കി. ഇതോടുകൂടി 98-ന് 6 എന്ന നിലയിലേക്ക് അമേരിക്ക തകർന്നു. മുഹമ്മദ് മുസാനെ 8 റൺസിന് അർഷദീപ് പുറത്താക്കി. വാലറ്റത്ത് പ്രത്യേക അത്ഭുതവും സൃഷ്ടിക്കാതെ വന്നതോടുകൂടി ഇന്ത്യ വിജയം കൈവരിക്കുകയായിരുന്നു. ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ അർഷദീപ് സിംഗും അക്ഷർ പട്ടേലും 2 വിക്കറ്റ് വീതം പങ്കിട്ടു. വരുൺ ചക്രവർത്തി 1 വിക്കറ്റ് വീഴ്ത്തി.